നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമുസ്ക് കടലിടുക്കിലെ ഇന്റർനെറ്റ് കേബിൾ മുറിച്ചാൽ ഇന്റർനെറ്റ് തടസ്സപ്പെടും എന്ന തെറ്റിദ്ധാരണയും ആശങ്കയും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇന്റർനെറ്റ് ലഭിക്കാതെ ലോകം സ്തംഭിക്കുമെന്നും മറ്റും തെറ്റായ വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലോകത്തിലെ 95% ഇന്റർനെറ്റ് ട്രാഫിക്കും കൈമാറുന്നത് കടലിനടിയിലെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴിയാണ് എന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ചെങ്കടലും ഹോർമുസ് കടലിടുക്കും ഈ ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോക്ക് പോയിന്റുകളാണ്. ഏഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന 17ഓളം പ്രധാനപ്പെട്ട കേബിളുകൾ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നുമുണ്ട്. കേബിളുകൾ മുറിച്ചാൽ ലോകം ഇരുട്ടിലാകുമോ എന്നത് പരിശോധിക്കാം. കടലിനടിയിലെ കേബിളുകൾക്ക് തകരാറുകൾ സംഭവിച്ചാൽ ഇന്റർനെറ്റ് നിലച്ചു പോകാതിരിക്കാൻ പ്രധാനമായും 3 ബദൽ മാർഗങ്ങളാണ് നിലവിലുള്ളത്. 1. റൂട്ട് ഡൈവേഷൻ. ഇന്റർനെറ്റ് ട്രാഫിക് ഒരു പ്രത്യേക കേബിളിലൂടെ മാത്രം പോകുന്ന ഒന്നല്ല. ചെങ്കടലിലെയോ ഹോർമുസ് കടലിടുക്കിലെയോ കേബിളുകൾക്ക് തകരാറ് സംഭവിച്ചാലും ഡാറ്റ ഓട്ടോമാറ്റിക്കായി മറ്റ് റൂട്ടുകളിലേക്ക് തിരിച്ചുവിടുന്നതിനുള്ള സജ്ജീകരണം നിലവിലുണ്ട്. ഉദാഹരണമായി, ഏഷ്യയിൽ നിന്നുള്ള ഡാറ്റ യൂറോപ്പിലേക്ക് പോകാൻ സാധാരണയായി ചെങ്കടൽ വഴിയാണ് ഉപയോഗിക്കുന്നത്. അവിടെ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ പസഫിക് സമുദ്രം വഴി അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ഗുഡ് ഹോപ്പ് മുനമ്പ് വഴിയിലേക്കോ ഡാറ്റ തിരിച്ചുവിടുവാനായി നമുക്ക് സാധിക്കും. രണ്ടാമത്തെ മാർഗം എന്നത് ടെറസ്ട്രിയൽ കേബിൾസ് ആണ്. കടലിനടിയിലുള്ള കേബിളുകൾക്ക് പകരമായി വിവിധ രാജ്യങ്ങളുടെ കരഭാഗങ്ങളിലൂടെ പോകുന്ന വലിയ ഫൈബർ ഒപ്റ്റിക് ശൃംഖല നമുക്കുണ്ട്. ഇതിനെ ടെറസ്ട്രിയൽ ലിങ്കുകൾ എന്നാണ് വിളിക്കുന്നത്. ചൈനയിൽ നിന്നും റഷ്യ വഴി യൂറോപ്പിലേക്ക് പോകുന്ന ട്രാൻസ് യൂറേഷ്യൻ കേബിൾ പാതകൾ ഇതിന് ഉദാഹരണമാണ്. സമുദ്രത്തിലെ കേബിളുകൾക്ക് ഭീഷണിയുണ്ടായാൽ ഇത്തരം കരമാർഗങ്ങൾ നിലവിൽ ഉപയോഗപ്പെടുത്തുവാനായി സാധിക്കും. മൂന്നാമതായുള്ളത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റാണ്. ഏറ്റവും പുതിയതും വിശ്വസനീയവുമായ ഒരു ആൾട്ടർനേറ്റീവ് മാർഗമാണ്. കേബിളുകളെ ഒട്ടും ആശ്രയിക്കാതെ നേരിട്ട് ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങൾ വഴി ഇന്റർനെറ്റ് നൽകുവാനായി ഇതിന് സാധിക്കും. സ്റ്റാർലിങ്ക്, വൺ വെബ് തുടങ്ങിയവ ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. യുദ്ധം മൂലമോ പ്രകൃതിക്ഷോഭം മൂലമോ കേബിളുകൾ തകരാറിലായാലും സാറ്റലൈറ്റ് ഇന്റർനെറ്റ് തടസ്സമില്ലാതെ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കും. യുക്രൈൻ റഷ്യ യുദ്ധസമയത്ത് സ്റ്റാർലിങ്ക് ഇത്തരത്തിൽ വലിയ സഹായമായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുംബൈയും ചെന്നൈയുമാണ് പ്രധാനപ്പെട്ട ഇന്റർനെറ്റ് ഗേറ്റ് വേകൾ. ചെങ്കടൽ വഴി വരുന്ന കേബിളുകൾക്ക് പുറമെ സിംഗപ്പൂർ വഴി പോകുന്ന തായ്ലൻഡ്, മലേഷ്യൻ കേബിൾ ലിങ്കുകളും ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ ഒരു ഭാഗത്ത് പ്രശ്നമുണ്ടായാൽ പോലും ഇന്ത്യയിൽ ഇന്റർനെറ്റിന് തടസ്സമുണ്ടാകുവാൻ സാധ്യത തീരെയില്ല. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.